ജനാർദ്ദനക്കുറിപ്പാണ്. വാശിയോഗം പഞ്ചതത്വം എന്നുള്ളതിൽ 9ാമത്തെ പഞ്ചഭൂത തത്വധ്യാനത്താണ് ഇന്നലെ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ട് പറയാം. പഞ്ചഭൂത ധ്യാനം അങ്കുലി മുദ്രകളോടുകൂടി. വാശിയിൽ മൂലാധാരത്തിൽ നിന്നും പ്രാണനെ വലിച്ച് നെഞ്ചിൽ പിടിക്കണം. ഉദരം നട്ടലിനോട് ചേർക്കണം. എന്നിട്ട് താഴെ കാണുന്ന വിധം ധ്യാനിക്കണം. അതിനു മുമ്പായിട്ട് 8, 32, 16 എന്നതിൽ പൂരകം, കുംഭകം, രേചകം എന്നിവ ചെയ്യണം. തുടർന്ന് 12, 48, 24, 16, 64, 32 എന്ന നിലകളിൽ ചെയ്യണം. ഓരോന്നും തുടക്കത്തിൽ 100 കുംഭം വീതം ചെയ്ത് വേണം അടുത്ത പടിയിലേക്ക് പോകാൻ. വാശിയിൽ മൂലാധാരത്തിൽ പ്രാണനെ വലിച്ച് നെഞ്ചിൽ പിടിക്കണം. അങ്ങനെ വലിക്കുമ്പോൾ നെഞ്ചിലാണ് പിടിക്കുന്നത്. അപ്പോൾ വയറ് ഉള്ളിലേക്ക് ആക്കിയിട്ട് നട്ടെല്ലിനോട് ചേർക്കണം. പക്ഷേ വയറ്റിലൊരു തുള്ളി വായു ഉണ്ടാവാൻ പാടില്ല. ശ്വാസം മുഴുവൻ മൂലാധാരത്തിൽ നിന്ന് നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് നെഞ്ചിലാണ് പിടിക്കേണ്ടത്. എന്നിട്ട് താഴെ കാണുന്ന വിധം ധ്യാനിക്കണം. ധ്യാനം ഭൂമി തത്വധ്യാനം, ജലതത്വധ്യാനം ഇങ്ങനെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ചെയ്യുന്നതാണ് കുംഭകം. 8, 32, 16 എന്നതിൽ പൂരകം, കുംഭകം, രേചകം. പൂരകം എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുക. കുംഭകം എന്ന് വെച്ചാൽ പിടിക്കുക. രേചകം വെച്ചാൽ സാവധാനം വിടുക. 8, 32, 16. 8ൻ്റെ ഇരട്ടി 32ഉം അതിൻ്റെ പകുതി 16ഉം. 8 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 8 മാത്രം കൊണ്ട് ഒരു പ്രാണനെ വലിച്ച് 32 സെക്കൻഡ് നെഞ്ചിൽ പിടിക്കണം. എന്നിട്ട് 16 സെക്കൻഡ് കൊണ്ട് കളയാൻ പാടുള്ളൂ. ഷീ എന്ന് പറഞ്ഞിട്ട് വാന്നെടുത്ത് എന്നെടുത്ത് ഷീ എന്ന് വിടുമ്പോഴാണ് വാശിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് 32 സെക്കൻഡ് പിടിക്കാനുണ്ട്. 8 സെക്കൻഡ് കൊണ്ട് വലിക്കുക, 32 സെക്കൻഡ് പിടിക്കുക, 16 സെക്കൻഡ് കൊണ്ട് വിടുക. ഇതൊരു 100 തവണ ചെയ്ത് ആദ്യം പരിശീലിക്കണം. അത് കഴിഞ്ഞിട്ട് 12, 48, 24 എന്നുള്ള അളവിൽ 8, 32, 16 എന്നുള്ളത് 12, 48, 24 എന്നാക്കണം. 12 സെക്കൻഡ് കൊണ്ട് വലിക്കുകയും 48 സെക്കൻഡ് പിടിക്കുകയും 24 സെക്കൻഡ് കൊണ്ട് വിടുകയും ചെയ്യാം. പിന്നീട് 16, 64, 32. അപ്പം 8, 32, 16 എന്നുള്ളത് വരുമ്പോൾ നമ്മളൊരു ശ്വാസത്തിൽ 15 ശ്വാസമാണ് ഒരു മിനിറ്റിൽ ആവറേജ്. അപ്പോൾ 4 സെക്കൻഡാണ് അതിന് വേണ്ടി എടുക്കുക. പാഞ്ചാലാറ്. അപ്പോൾ ഒരു മിനിറ്റിൽ 5 വേണം. ഇവിടെ നമ്മൾ 8 സെക്കൻഡ് കൊണ്ട് പിടിച്ച് 32 സെക്കൻഡ് പിടിച്ച് 16, 16 to 24 ഉണ്ട്, 26, 56 സെക്കൻഡ്. അത് 15-1, 14-1 കുറയും. 15 ശ്വാസം ഒരു മണിക്കൂർ ചെയ്യണതിന് വരും 14 ശ്വാസമായിട്ട്, 14-1 ഒരു ശ്വാസമായിട്ട് കുറയും. 12, 48, 24 എന്ന് പറഞ്ഞാൽ 24, 12, 32, 36, 44 ആവും. ഏകദേശം 90, 1.5. 15 സെക്കൻഡിന് പകരം 15 ശ്വാസത്തിന് പകരം 3/4 ശ്വാസം വരുള്ളൂ. 16, 64, 32 എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസം 48, 4, 52. 1 മിനിറ്റ് 52 സെക്കൻഡ് കൊടുക്കും. 5, 5, 30 പകരം അല്ലെങ്കിൽ 10, 28 പകരം ഒരൊറ്റ തവണ ശ്വാസം വലിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ശ്വാസം എത്ര കുറയ്ക്കുന്നോ അത്രയും ആയുസ് കൂടുന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി തത്വധ്യാനവും കാര്യങ്ങളും തുറന്നായിട്ട് ചെയ്യേണ്ടത്. കുംഭകം ആദ്യം പരിശീലിക്കണം. വാശിയിൽ കുംഭകം പരിശീലിച്ച് 8, 32, 16 12 പിന്നീട് 100 തവണ ചെയ്തതിന് ശേഷം അത് കയ്യിലാക്കിയതിന് ശേഷം 12, 48, 24 16, 64, 32 എന്ന നിലയിൽ ചെയ്താൽ വാശിയോഗം, വാശി കുംഭകം ശരിയായ രീതിയിൽ നമുക്ക് അനുയോജ്യമായ രീതിയിൽ തുടരാൻ പറ്റും. അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടായിത്തീരും. നമുക്ക് അടുത്തതായിട്ട് പിന്നീട് ഭൂമി തത്വധ്യാനത്തിലേക്ക് നാളെ കിടക്കാം.